ഷഹീദ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ഷിയാസും എം കാരശ്ശേരി മാഷ് അടക്കമുള്ളവർ അവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് തെറ്റായ സമസ്തയുടെ നിലപാടിനെ അവർ പൂർണ്ണമായി തള്ളിക്കളയുന്നുണ്ട്. ഇനി ലീഗിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകമായി കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ടോ? അതോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ വി ഡി സതീശന്റെ നിലപാടിനൊപ്പം തന്നെ ലീഗ് നിൽക്കുമോ? അതോ സമസ്തയുടെ സമ്മർദ്ദം ലീഗിന് മേൽ വരാൻ സാധ്യതയുണ്ടോ? ദിവിഷ്, സമസ്ത ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് പ്രത്യേകിച്ചും അത് വഖഫ് ഭൂമിയാണ്. അവിടെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയ ഭൂമിയുണ്ട്, പിന്നീട് താമസക്കാരായ ആളുകൾ അവിടെ താമസിക്കുന്നവരുണ്ട്. ആ ഭൂമി കഴിച്ചുള്ള ശേഷിച്ച ഭൂമിയെങ്കിലും ഉണ്ട്, 100-ലധികം ഏക്കർ ഭൂമിയെങ്കിലും ഉണ്ട്. ഈ ഭൂമി തിരിച്ചെടുക്കാനാണെങ്കിൽ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. തിരിച്ചെടുക്കുന്നതിന് ഈ വഖഫ് ഭൂമി അല്ല എന്നുള്ളൊരു വാദം ഉന്നയിക്കുകയാണെങ്കിൽ ആ ഭൂമിയും പൂർണ്ണമായും നഷ്ടപ്പെടും എന്നുള്ളൊരു വാദമാണ് സമസ്തക്കുള്ളിൽ ഉയരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവർ അത്തരമൊരു നിലപാടിലേക്ക്, ഇത് വഖഫ് ഭൂമി ആണ് എന്നുള്ള നിലപാട് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടൊരു നിലപാടിലേക്ക് അവർ പോകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന മുസ്ലിം സംഘങ്ങളുടെ യോഗത്തിൽ ഇത്തരമൊരു പൊതു തീരുമാനം, സമവായം എന്ന പൊതു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. സർക്കാരിന് രാഷ്ട്രീയപരമായ തീരുമാനമെടുക്കാനുള്ള അനുമതി നൽകിയിരുന്നു. ലീഗ് അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ തീരുമാനത്തെ ഇപ്പോൾ സമസ്ത ആ രീതിയിൽ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. അതായത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുകയും അതിനനുസരിച്ച് മുസ്ലിം ലീഗ് നിലപാടെടുക്കുകയും ചെയ്ത സാഹചര്യത്തെയാണ് സമസ്ത ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അത് ലീഗ് നേതൃത്വം ഇനി ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും, എന്ത് പ്രതികരണം നടത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതായത് സമസ്ത ഇങ്ങനെ മറ്റൊരു നിലപാടിലേക്ക്, മുസ്ലിം സംഘങ്ങളുടെ പൊതു തീരുമാനം എന്നുള്ളതിനെ മറികടന്നുകൊണ്ട് സമസ്ത ഇപ്പോൾ മറ്റൊരു നിലപാടെടുത്ത സാഹചര്യത്തിൽ ഇനി ലീഗ് ഈ വിഷയത്തിൽ ഇനി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ലീഗിന് മറിച്ച് നേരത്തെ എടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൽ ഒപ്പം നിൽക്കുമോ അതല്ല ഇനി പുനഃപരിശോധന നടത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഒപ്പം തന്നെ സമസ്ത ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ ഇനി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നിയമപരമായി പോവുകയാണെങ്കിൽ നേരത്തെയുള്ള ചില കോടതി വിധികളൊക്കെ വഖഫ് ബോർഡിന് അനുകൂലമായി വന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ആ കാര്യത്തിൽ ഇപ്പോൾ അവിടെയുള്ള താമസക്കാരിൽ നികുതി പിരിക്കുന്നത് നിർത്തിവെക്കുന്ന നിലപാടെടുത്തതും പിന്നീട് ഇപ്പോൾ സമരത്തിലേക്ക് അവർക്ക് പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നിയമപരമായിട്ടാണ് പരിഹരിക്കുന്നതെങ്കിൽ അത് കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാക്കും. അതുകൊണ്ട് തന്നെ സമസ്തയുടെ കൂടി അഭിപ്രായം കേട്ട് ഒരു പൊതു സമവായ നിലപാടിലേക്ക് പോകുമോ എന്നാണ് ഇനി അറിയേണ്ടതുള്ളത്. ശരി, എന്തായാലും വളരെ സങ്കീർണമായ ഒരു രീതിയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. എത്രയും വേഗം ഇതിനൊരു പരിഹാരം സാധ്യമാക്കുക എന്നാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. ഇപ്പോൾ പി കെ ഫിറോസിന്റെ പ്രതികരണം തേടിയിരുന്നു. സമസ്ത മുഖപത്രം വായിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം അറിയിച്ചത്.